ഷോപ്പിങ്ങിനൊക്കെ സിസ്റ്റർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ സിറ്റി സിൽക്കിൽ പോവാം. പിന്നെ നമുക്ക് ഒന്ന് നിലമ്പൂരി കയറണം. നമ്മുടെ സെറ്റി അപ്പോഴ്സറി വർക്ക് പറഞ്ഞിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അവര് വന്നിട്ടില്ല, എന്താന്നറിയില്ല. അപ്പൊ അവിടെ ഒന്ന് കേറി ചോദിക്കണം എന്താണ് വരാത്തത്. അങ്ങനെ 2-3 കടകളിൽ പിന്നെ വെച്ചൂല് എന്തൊക്കെയോ പേടിക്കാനും ഉണ്ട്. അവിടെയൊക്കെ പോവട്ടാ. അപ്പൊ നമ്മള് നിലമ്പൂര് എത്താറായില്ല. ഇവിടെ ചെന്ന് ചോദിച്ചോക്കാം എന്ത് ചെയ്യും മല്ലയ്യ. ഇതെടുക്കണോ? ഞങ്ങള് ഇവിടെ ഒരു ക്ലോത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ അതില്ലെന്ന്. നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. എനിക്ക് അതായിരുന്നു ഇഷ്ടം. അല്ലേ, ഭയങ്കര വെറൈറ്റി ആയിരുന്നത് അല്ലേ. പച്ചയോ നോക്കി പിടിച്ച ഞാന് ഓരോരുത്തർ ഇത് വേണ്ട ആണോ. ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെ കളറാണ്. അതുകൊണ്ട് നമ്മൾ ഇത് എന്തായാലും എടുക്കണില്ല. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇതാണ് കേട്ടോ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും കളറുണ്ട്. പിന്നെ ഇത് നമുക്ക് പറ്റില്ല, അഴുക്കാവും. ഇത് കൊള്ളാം. പിന്നെ അതേ നമ്മൾ ഇവിടെ ഇട്ടേച്ചൊരു സെറ്റിയുടെ അതായിരുന്നു നമ്മള് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതിപ്പോ കാണാനില്ല. അതൊക്കെ ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. പിന്നെ അതാ ഇത് കൊള്ളാം കേട്ടാ. ഇത് ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല തുണിയാ. ഇതും റെക്സിൻ ടൈപ്പാണ്. പക്ഷെ റെക്സിൻ അല്ല എന്നാണ് അവര് പറയണത്. കൊള്ളാം. അപ്പൊ എന്തായാലും നോക്കട്ടെ കേട്ടാ. അപ്പൊ ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് നമ്മുടെ ക്ലോത്ത് അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. നമുക്ക് കിട്ടും. നമ്മളെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ തെറ്റായ നമ്പർ എങ്ങാണ്ട് അവിടെ കൊടുത്തേക്കണം. അതുകൊണ്ടാണ് 2 ദിവസത്തിനുള്ളിൽ വരുന്നു പറഞ്ഞിട്ടുണ്ടായി. വരാൻ പോണത് പാലാരിവട്ടത്തുള്ള സിറ്റി സിൽക്കാണ് കേട്ടോ. കണ്ട ഇനി കറങ്ങി തന്നെ നമ്മള് അല്ലേ ചേട്ടാ. ഭയങ്കര ഇവിടെ ബ്ലോക്ക് തോന്നുന്നില്ല. അപ്പൊക്കെ ഭയങ്കര തിരക്കും. ഇനി മെട്രോന്റെ പണി നടക്കണത് ഈ സമയം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. ഇവിടെ തിരിയാ നമുക്ക് പയ്യേട്ടാ. നമ്മൾ ടാറ്റ അടിക്കടി എനിക്ക് സൂമായി പോയി. ടാറ്റ. അവള് പോയി. അങ്ങനെ എന്റെ ഫ്രണ്ടിനെയൊക്കെ കണ്ടിട്ടാ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് നന്നായി. അവിടെ കാണാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ കേറാം. കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലാന്ന് പറഞ്ഞ് അവിടെ തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. നൈറ്റി നോക്കണം. ഓപ്പൺ നൈറ്റി, അതായത് ബട്ടൺസ് എന്താ സിബ് പകുതി വരെ ഉള്ളതാണെങ്കിലും മതി. 10% ഓഫ് ഉണ്ട്. വാങ്ങിച്ചത് കേട്ടോ. 10%. നൈറ്റി ചേച്ചി ഇവിടെയാണോ നൈറ്റി നോക്കാൻ വന്നത്? അവള് അനിയത്തി ഡെലിവറി കഴിഞ്ഞു. ആ കൊറേ പരിചയക്കാരെ കാണുന്നേ. ഫീഡിങ് നൈറ്റ് ആയിട്ട് അങ്ങനെ ഇല്ല. അതൊന്ന് നോക്കട്ടെ. പിന്നെ നോർമൽ ഒന്ന് നോക്കട്ടെ. ഇത് എത്രയാ? 1500. അത്രയൊന്നും വേണ്ട. ഈ ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റിന് കിടക്കുന്നത്. അത് നോക്കാം. ഇത് ഫീഡിങ് നൈറ്റി ആണ് കേട്ടോ. 1000 സംതിങ് വരും ഇതിന്റെ റേഞ്ച്. 300. കളറൂ നോക്കാം. ഇതാ 2 നമ്മൾ എടുത്തത്.
നോക്കട്ടെ, അവിടെ കൊറേ കളർ ചേഞ്ച് ഉണ്ട്. അയ്യോ ഇതെല്ലാം അങ്ങനത്തെ ഉണ്ടല്ലേ. 300 ചെയ്തിട്ടല്ല അല്ലെ, 300 റേഞ്ചാണ് എല്ലാം വരുന്നത്. അതെ, ഇതൊക്കെ ഫീഡിങ് പറ്റിയതാണ് ഇതെല്ലാം. കോട്ടൺ അല്ലേ, പ്യുവർ കോട്ടൺ. നമുക്ക് കളർ നോക്കി എടുക്കാം, സെലക്ട് ചെയ്ത്. ഇതെവിടെ ഇരിക്കട്ടെ കേട്ടോ, ഓരോന്ന് നോക്കാം. സെലക്ട് ചെയ്യാൻ പറ്റണില്ല. ഇതെങ്ങനെയുണ്ട്? ഇത് നല്ലതല്ലേ? ഇത് ഓർമ്മ കൊടുക്കാം. അത് വേണ്ട, നീല വേണ്ട. ഇത് നല്ലതല്ലേ ഇതട്ടെ? ഇത് നോക്കിയേ, ഇത് ഇഷ്ടായ? 370. അത് കുഴപ്പമില്ല. അതിന്റെ വേറെ കളർ ചേഞ്ച് അല്ലേ? ഇതതിന്റെ വേറൊരു കളർ. അയ്യോ, കൊറേ കളക്ഷൻസ് ഉണ്ട് കേട്ടാ. നന്നായി ഇവിടെ വന്നത്. കൺഫ്യൂഷൻ നിൽക്കണേ. ഇത് എക്സ്ട്രാ ലാർജാ സെലക്ട് ചെയ്തത്. രണ്ടാമത്തെ ഇത് പിന്നെ മൂന്നാമത്തെ ഇതാണ് നമ്മൾ എടുത്തേക്കണം. ഇത് ഫീഡിങ് ആണ് ഇവിടെ. അല്ലാത്ത നോർമൽ നൈറ്റി സിബ് ഫ്രണ്ടിലൊക്കെ വരുന്നത് ഇപ്പൊ അങ്ങനെ വരണില്ലെന്നാ പറയണത് അല്ലെ? ഇനി അടുത്ത സാധനം മേടിക്കാം. അപ്പൊ നമ്മൾ നൈറ്റി എടുത്തു, പിന്നെ ഇന്നേഴ്സ് ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പോവാണ് കേട്ടാ. ഇനി ബില്ല് കൊടുത്ത് നേരെ വേറൊരു സ്ഥലത്തും കൂടി കയറാനുണ്ട്, അങ്ങോട്ട് പോവാണ്. താങ്ക് യു. കിട്ടി, സാധനം കിട്ടി. പോവാം. അവൾക്ക് ഇഷ്ടപ്പെടുമോ എന്തോ. ഒരു കമ്മൽ മേടിക്കണം, ഒരു കുഞ്ഞി കമ്മല്. ഇവിടെ കയറാൻ പോവാ. ചെയ്താണ് ചെയ്തിട്ട് അടക്കല്ലേ. ഞാനിവിടെ പോയി സെലക്ട് ചെയ്യണം നോക്കിയാ മതി. പിടിച്ച് ഈ കുഞ്ഞി കമ്മല് മതി, ചെറുത്. അത് അവൾക്ക് ഇടാൻ സ്വർണ്ണ കമ്മലൊന്നും ഇടണില്ലല്ലോ ഇപ്പൊ. വളരെ ചെറിയൊരു കമ്മൽ. ഇപ്പൊ അതാണല്ലോ ഒരു സാധനങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. നമ്മക്ക് കുഴപ്പമില്ല, വേറൊരാൾക്ക് എടുക്കുമ്പോ ഭയങ്കര എന്താ പറയാ, ഇതായിരിക്കും നല്ലത്. ഇത് മേടിക്കാം. ഇതിനാകെ 30 രൂപയുള്ളു. ഞങ്ങളുടെ കാർഡ് വേദന എടുക്കും. ഇത് പക്ഷേ ഭയങ്കര കുഞ്ഞിതാ. എന്റെ സിസ്റ്റർക്കാ. എല്ലാം കഴിഞ്ഞ് ഓർഡർ ചെയ്താ? അത് മതി. ലച്ചുവിനെ എപ്പ കാണാൻ ഈ വീഡിയോ കാണൂല. അതാണ് ഇപ്പൊ എന്റെ ടെൻഷൻ. ഗുളിക ലച്ചു ഇതിന് 10 പ്രാവശ്യമായി വിളിക്കണത്. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ മേടിച്ചൊന്നും ഇനി അവൾക്ക് ഇഷ്ടാവൂലേ നോക്കി. ഞാൻ ചീനുവിന് ഇല്ലേ, അത് കൊറേ കഴിഞ്ഞത് കളയുക നൈറ്റിയൊക്കെ. അപ്പൊ കുഴപ്പമില്ലല്ലോ, അല്ലാണ്ട് കിട്ടണ്ടേ അല്ലേ? സിറ്റിക്ക് പോയി നൈറ്റി ഒക്കെ എടുക്കാനായിട്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് വലിയ കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ ഇങ്ങനെ നമുക്ക് ഫീഡിങ്ങിന്റെ നൈറ്റി കുറവായിരുന്നു. അപ്പം എനിക്കതുകൊണ്ട് ടെൻഷൻ, അത് അവൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. പിന്നെ നമ്മള് ഇന്നേഴ്സ് നോക്കി, അതും ചില സൈസ് പറ്റുന്ന കളർ പറ്റണ്ടായില്ല. എന്നാലും ഞാൻ 2 മേടിച്ച്.
ഇനി കിട്ടിയില്ലെങ്കിലാന്ന് വെച്ചിട്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ടെൻഷൻ പോലെ ഞാൻ അവളത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഞാൻ ഡ്രസ് നോക്കിയാണ് ഇപ്പൊ വാങ്ങിയേക്കുന്നത്. 3 നൈറ്റി മേടിച്ച്. നൈറ്റി ഫ്രോക്ക്, അല്ലാതെ നമ്മുടെ പണ്ടത്തെ നൈറ്റിയിൽ ഫുള്ള് വരുന്നത് സിബൊന്നും വരില്ല. ഞാന് അങ്ങനെയുള്ളതാ എടുത്തേക്കണത്. പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ വാങ്ങി. ഗുളിക, ഹാൻഡ് വാഷ്, അങ്ങനത്തെ ലച്ചുവിനുള്ള സാധനങ്ങൾ മേടിച്ചു. അവളാണെങ്കിൽ 10 പ്രാവശ്യം വിളിക്കണേ, അതും മേടിച്ച്. ഇനി നമ്മളൊരു ജ്യൂസും കൂടി കുടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക്. ഒരു അവക്കാഡോ ഷേക്ക് മേടിച്ചിട്ട് ഞങ്ങള് പപ്പാതി കഴിക്കാൻ പോവാ. ഇത് പുതിയ കടയാണ് കേട്ടാ. ഇതല്ലേ ടീ കപ്പ് എന്ന് പറഞ്ഞു. ഓക്കെ, സോറി. അങ്ങനെ പഴയ കടയാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. എനിക്കൊരു സ്പൂൺ വേണം, ചോദിച്ചാ തന്നാലോ? അതെ, ഒരു സ്പൂൺ കൂടെ തരുമോ? ആ, കൊള്ളാം. അങ്ങനെയുണ്ട്. ഒരു കയ്പുണ്ടാ? ഹലോ ഇൻട്രോ പോലെ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ചെയ്തന്നെ എന്നെ വഴിയിൽ ഇറക്കിയിട്ട് ചിക്കൻ മേടിക്കാന്ന് തന്നെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങി. പിന്നെ അല്ലെങ്കിൽ പിന്നെ ചെയ്തന്നെ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നേരെ വീട്ടിൽ പോണം. അങ്ങനെ നാളെ എനിക്ക് സ്ഥലത്തൊക്കെ പോവാനുണ്ട്. ആകെ ബിസിയാണ്, ടെൻഷനുമാണ്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാലേ അവർക്ക് ഇഷ്ടം, അതിന്റെ നല്ല ടെൻഷൻ ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് സ്ഥലം വരായി വരാം. ബൈ.